നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ. വാർത്തകൾ വിശദമായി. പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എ. വാക്കുപാലിച്ചപ്പോൾ ഭിന്നശേഷിക്കാരിയായ ദിജിഷയ്ക്കിനി സന്തോഷയാത്ര. താനൂരിൽ നടന്ന UDF വിചാരണ സദസ്സിൽ നിവേദനവുമായി എത്തിയ ഒഴൂരിലെ ഭിന്നശേഷിക്കാരിയായ 21-കാരി ദിജിഷയ്ക്ക് നൽകാമെന്നേറ്റ മുച്ചക്രവാഹനം പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എ. കൈമാറി. കാലിന് സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാത്ത ദിജിഷ സ്വന്തമായൊരു മുച്ചക്ര വാഹനത്തിനായി വർഷങ്ങളായി പല വാതിലുകളും മുട്ടുന്നു. പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് അധികൃതർ തിരിച്ചയക്കുകയായിരുന്നു ദിജിഷയെ. അങ്ങനെയിരിക്കെയാണ് താനൂരിലെ വിചാരണ സദസ്സിനെക്കുറിച്ച് അറിഞ്ഞ ദിജിഷ നിവേദനവുമായി എത്തുന്നത്. വനിതാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഒഴൂരിലെ ബിന്ദു മുളന്തലയാണ് ദിജിഷയെ വിചാരണ സദസ്സിൽ എത്തിച്ചത്. വളരെ പ്രയാസപ്പെട്ട് സദസ്സിലേക്ക് കടന്നു വന്ന യുവതിയുടെ അടുത്തേക്ക് പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എ. ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ വേദിയിൽ നിന്നിറങ്ങി വന്ന് സങ്കടം കേൾക്കുകയായിരുന്നു. ആവശ്യമറിഞ്ഞ ഉടനെ UDF നേതാക്കളെ സാക്ഷി നിർത്തി പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എ. വാഹനം നൽകാമെന്ന് ഉറപ്പു നൽകി. അവസാനം തൻ്റെ ആഗ്രഹം നിറവേറിയ സന്തോഷത്തിലാണ് ദിജിഷ മടങ്ങിയത്. ഇത്രകാലവും സ്വന്തം കാര്യങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇനി എനിക്ക് സ്വന്തമായി ആരുടെയും ആശ്രയമില്ലാതെ യാത്ര ചെയ്യാമെന്ന് സന്തോഷം മറച്ചു വയ്ക്കാതെ ദിജിഷ പറഞ്ഞു. പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എയുടെ കാരത്തോട്ടെ വസതിയിൽ വെച്ചാണ് വാഹനം കൈമാറിയത്. വാഹനം വാങ്ങി നൽകിയത് പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എയുടെ മക്കളായ ആഷിഖും ലസിതയും ചേർന്നാണ്. തൊഴിലാളിയായ ബാബു സതി ദമ്പതികളുടെ മകളാണ് ദിജിഷ. 2 സഹോദരിമാരുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വേങ്ങര.